ഞങ്ങളുടെ വീട്ടിലുണ്ടല്ലോ എപ്പോഴും മെസ്സി ആയിട്ടും ഒട്ടും ഓർഗനൈസ്ഡ് അല്ലാതെ എത്ര ഓർഗനൈസ് ചെയ്ത് വെച്ചാലും അത് വീണ്ടും വീണ്ടും മെസ്സാവുന്നതായിട്ടുള്ള ഒരു ഏരിയയാണിത്. സ്നാക്സ് ബാർ അല്ലെ സ്നാക്സ് ആൻഡ് ഫ്രൂട്ട് സെക്ഷൻ. അപ്പോൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇവിടെ സീസൺ ചേഞ്ചാണ്, ഇപ്പോൾ സമ്മർ തീർന്നു, ഓട്ടം ആവുകയാണ്. അപ്പം കടകളിലൊക്കെ ഓട്ടം തീംഡായിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള കൊച്ചു കൊച്ചു സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ച് ഞാൻ ഓർത്തു ഇവിടെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വെച്ച് നോക്കാം, എത്ര ദിവസം ടൈഡി ആയിട്ടിരിക്കുമെന്ന് കാണാമല്ലോ എന്നോർത്ത്. പിന്നെ ഇനിയിപ്പം വെതർ ചേഞ്ച് ആകുവാണ്, നമ്മൾ പുറത്തോട്ട് നോക്കിയാൽ കാണാം ആകാശം എപ്പോഴും ഒരു ഗ്രേ കളറിലിരിക്കും, വെയിൽ സൂര്യനെ കാണത്തില്ല. ഞങ്ങളുടെ സ്വിങ്ങൊക്കെ ഞങ്ങളിത് പൊതിഞ്ഞ് മൂടി വെച്ച് തണുപ്പത്ത് ഉറഞ്ഞു പോകാതിരിക്കാൻ. അപ്പോൾ പിന്നെ നമുക്ക് എന്താ പറയുന്നത്, പുറത്തോട്ട് പോകുന്നതും ഗാർഡനിലോട്ട് ഇറങ്ങുന്നതും ഒക്കെ ഇനിയിപ്പോൾ കുറയും പതുക്കെ. പിന്നെ വീടിനകത്ത് തന്നെ ആയിരിക്കും മോസ്റ്റ്ലി നമ്മൾ എന്താ പറയുന്നത് ചിലവഴിക്കുന്നത്. അപ്പം ഈ വീടൊക്കെ നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്ന കാണുമ്പം എനിക്ക് പേഴ്സണലി ഒരു പ്രത്യേക സന്തോഷമാണ്. ഓരോന്നൊക്കെ കാണുമ്പം അതായത് നല്ല ടൈഡി ആയിട്ടും അല്ലെങ്കിൽ ക്യൂട്ടായിട്ടുള്ള ഇപ്പോൾ പംകിൻ ബൗളും ഞാനൊരു പംകിൻ ഷേപ്ഡ് ആയിട്ടുള്ള ബിസ്ക്കറ്റിനും ഒക്കെ വാങ്ങിച്ച് അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. അപ്പം ഞാൻ ആ ഏരിയ ഫുള്ള് മാറ്റി ആ സാധനങ്ങളെല്ലാം മാറ്റി നല്ല ക്ലീൻ ചെയ്ത് വൈപ്പ് ക്ലീൻ ചെയ്ത് റീഅറേഞ്ച് ചെയ്യാമെന്ന് ഓർത്താണ്. കുട്ടികളൊക്കെ ഉള്ളത് കാരണം എപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ടൈഡി ആയിട്ടിരിക്കണം എന്നില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് വൃത്തിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് എന്നാ പറയുന്നത്, ഫുള്ള് എപ്പോഴും ഇങ്ങനെ മെസ്സി ആയിട്ടിരിക്കത്തില്ല. അപ്പം ഞാൻ വേഗം അവിടെ എല്ലാം ക്ലീൻ ചെയ്തു. ഇത് പംകിൻ്റെ ഒരു ഗ്ലാസ് ബിസ്ക്കറ്റ് അല്ല, സ്റ്റോറേജ് ടിൻ പോലെ എനിക്ക് തോന്നി. അപ്പോൾ അത് കഴുകി അതിനകത്ത് ബിസ്ക്കറ്റ് എടുത്തു വെച്ചു. ഇത് കാണാൻ നല്ല ഭംഗി, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ പംകിൻ്റെ ഒരു ഹാഫ് പംകിൻ ഷേപ്പിൻ്റെ ഫ്രൂട്ട് ബൗൾ വാങ്ങി. ബനാന ഒരിക്കലും ആ സ്റ്റാൻഡിൽ വൃത്തിയായിട്ടിരിക്കുകയില്ലായിരുന്നു. അപ്പം പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ റീസ്റ്റോക്ക് ചെയ്തു. എല്ലാം കൂടെ എടുത്ത് വെക്കത്തില്ല, കുറച്ചേ എടുത്ത് വെക്കത്തുള്ളൂ, കാരണം അതിൻ്റെ ഫ്രഷ്നെസ് പോകുന്നത് കാരണം. പിന്നെ ഈ ബ്രാസ് തീംഡ് ആയിട്ടുള്ള മെറ്റൽ സ്റ്റോറേജ് ഒരു ട്രേ ആണത്. എനിക്കത് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതെന്നിവ ഞാൻ എടുത്തു, എവിടെയെങ്കിലും വെക്കാമെന്നോർത്ത്. അപ്പം നേരത്തെ ഞങ്ങൾ ഇങ്ങനെ സ്നാക്സ് വെച്ചുകൊണ്ടിരുന്ന കുഴിവായിട്ടുള്ളൊരു വുഡൻ ബൗളിലായിരുന്നു. അപ്പം ഇങ്ങനെ പരന്നിരിക്കുന്ന കാരണം ഇതിനകത്ത് ഇനി അലുക്കുലത്തെ സാധനങ്ങളൊന്നും വെക്കത്തില്ലെന്ന് ഓർത്തുകൊണ്ട് കണ്ടില്ലേ, അതിനകത്തിരുന്ന സാധനങ്ങൾ കണ്ടില്ലേ. ഞാൻ ഈ പരന്ന ട്രേ മേടിച്ച് അതേ ഒരു ക്യാൻഡിലും ഒക്കെ കത്തിച്ച് അവിടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിന് നല്ലൊരു സമാധാനവും സന്തോഷവും തോന്നി. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ പാത്രം കഴുകുന്ന സിങ്കിൻ്റെ ഏരിയയിലോട്ട് പോയി. അവിടെ സമ്മറായിരുന്നപ്പോൾ നല്ല വീട്ടിൽ തന്നെയുള്ള ഫ്ലവേഴ്സ് ഞാനിങ്ങനെ കട്ട് ഫ്ലവർ പോലെ ചെയ്ത് വെക്കുമായിരുന്നു. ഇനിയിപ്പോൾ അതൊക്കെ സീസൺ മാറുമല്ലേ, വാക്സ് മെൽറ്റ് വെക്കാമെന്ന് ഓർത്തു. പിന്നെ ഈ ക്യൂട്ട് പംകിൻ ഷേപ്പിലെ അത് കണ്ടോ, എൻ്റെ വീട്ടിലുണ്ടായ പംകിനാണത്. അതിൻ്റെ ഇടയ്ക്ക് വിഷയം മാറിപ്പോയി. പംകിൻ ഷേപ്പിൻ്റെ ടീ ലൈറ്റ് ഹോൾഡർ വാങ്ങിച്ച് അതും കത്തിച്ച് വെച്ചു. ഇതിപ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോഴെങ്കിൽ നല്ല വൈബായിരിക്കും ഈ ടീ ലൈറ്റും ഒക്കെ കത്തിച്ച്. നമുക്ക് കിച്ചണിലോട്ട് കയറി വരുമ്പോൾ തന്നെ ഒരു സന്തോഷം തോന്നും. പിന്നെ അടുത്തത് വീണ്ടും പംകിൻ ഷേപ്പിലെ ഈ നല്ല ക്യൂട്ടായിട്ടുള്ള സോപ്പ് ഡിസ്പെൻസറും വാങ്ങിച്ച്. അപ്പോൾ അതേ അത് സോപ്പെല്ലാം ഫുള്ള് നിറച്ച് സോപ്പ് ഡിസ്പെൻസർ റെഡിയാക്കി പാത്രം കഴുകുന്ന സിങ്കിൻ്റെ സൈഡിൽ വെച്ച് അവിടെ നിന്ന് പാത്രം കഴുകുമ്പോഴും അല്ലെങ്കിൽ പുറത്തോട്ട് നോക്കിയാൽ ആകെപ്പാടെ ഗ്ലൂമി ആയിട്ടിരിക്കും. അപ്പം ഇതൊക്കെ കാണുമ്പോൾ ചെറിയൊരു സന്തോഷം തോന്നട്ടെ എന്നോർത്തുകൊണ്ട് ചെയ്ത പരിപാടിയാണിത്. അതെല്ലാം കഴിഞ്ഞ് ഞാൻ ആ പഴയ വുഡൻ ബൗൾ ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കി മാറ്റി വെച്ചു അടുത്ത സമ്മറിൽ ചെയ്യാൻ. അപ്പോൾ ദേ എൻ്റെ ഏകദേശം ക്ലീൻ ആൻഡ് ടൈഡി ആയിട്ടുള്ള കിച്ചൺ ഇതാണ്. അത് ബാക്ക് ഗാർഡൻ. അപ്പം എൻ്റെ സ്നാക്സ് ബാർ ഇപ്പോൾ ദേ ഇങ്ങനെയായി. കുറച്ച് ക്യാൻഡീസ് ഉണ്ടായിരുന്നു, അത് ബട്ട്ലിൻസ് ഹോളിഡേക്ക് പോയപ്പോൾ വാങ്ങിയത്, അതും അവിടെ വെച്ചു. ഒരു ക്യാൻഡിലും ഒക്കെ കത്തിച്ച് വെച്ചു. നല്ല വൈബല്ലേ.